വെണ്ടയ്ക്ക വെച്ച് നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നോൺ വെജ് ഒന്നും കഴിക്കാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ വെണ്ടയ്ക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതല്ലേ. അപ്പോൾ വെണ്ടയ്ക്ക കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഈ രീതിയിൽ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കഴിക്കും കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനിവിടെ അധികം മൂക്കാത്ത വെണ്ടയ്ക്ക ഇതുപോലെ എടുത്ത് 4 കീറിയ ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ ചിലർ വട്ടത്തിൽ മുറിച്ചിടും, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ എന്തായാലും വഴറ്റിയെടുക്കാൻ എളുപ്പത്തിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുത്തില്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പടി അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഇങ്ങനെ വഴവഴാന്നിരിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ എണ്ണയിൽ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വിട്ട് കട്ടിയുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകും. പിന്നെ അത് എണ്ണയിൽ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും ആ സെയിം ചീനച്ചട്ടിയിലോട്ട് തന്നെ ഞാൻ ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു സവോളയും കുറച്ച് പച്ചമുളകും, നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി. ഗരം മസാല ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചച്ചോവ മാറുന്നതോടെ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പം തക്കാളി ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. തക്കാളി ഇതുപോലെ എടുക്കുമ്പോൾ നന്നായിട്ട് പുളിയുള്ള തക്കാളി എടുക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഇവിടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉടയാനുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാലയായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇവിടെ വെണ്ടയ്ക്ക വഴറ്റിയപ്പോഴും ഉള്ളിയൊക്കെ വഴറ്റിയപ്പോഴും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. പിന്നെ ചിലർ ജീരകമൊക്കെ ചേർക്കും. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ എന്തായാലും ജീരകം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചാറ് എത്രത്തോളം കുറുകി വേണമെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ എന്തായാലും ഇച്ചിരി തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കുക, തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയാലും മതി കേട്ടോ. എന്തായാലും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടൊരു അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഈ ഒരു വെണ്ടയ്ക്ക കൊണ്ടുള്ള ചാറ് കറി. അതുപോലെ തന്നെ നോൺ വെജ് ഒന്നും കഴിക്കാത്ത സമയത്ത് ഇതുപോലെ ഒരു കറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നോൺ വെജ് കഴിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അത്രയും ഗുണങ്ങളുമാണ് ഈ ഒരു വെണ്ടയ്ക്കയ്ക്ക്. ഇനി വെണ്ടയ്ക്ക കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതേ രീതിയിലൊന്ന് കറി വെച്ച് കൊടുത്തു നോക്കി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.